ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ അൽ മാഇദയെക്കുറിച്ചാണ്. 120 വചനങ്ങളോടുകൂടി മദീനയിലാണ് ഇത് അവതരിച്ചത്. അവതരണക്രമം നോക്കിയാൽ 112-ാമത്തേതാണ്. 16 റുക്കുകളാണ് ഈ അധ്യായത്തിനുള്ളത്. 6-7 ജൂസിലാണ് ഇത് ഉൾപ്പെടുന്നത്. സൂറത്തുൽ ഫതഹിന് ശേഷം അവതീർണമായതാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ പ്രവാചകത്വത്തിന് തെളിവായി അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആകാശത്തു നിന്നും ഭക്ഷണത്തളിക ഇറക്കാൻ ആവശ്യപ്പെടുകയും അള്ളാഹു അദ്ദേഹത്തിന് അത് നൽകുകയും ചെയ്ത സംഭവം 115-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത് കൊണ്ടിട്ടാണ് മാഇദ അഥവാ ഭക്ഷണത്തളിക എന്ന പേര് വരാനുള്ള കാരണം. കൂടാതെ കരാർ ബന്ധങ്ങൾ എന്നും ഇതിന് പേരുണ്ട്. പലതരം കരാർ ബന്ധങ്ങളെക്കുറിച്ചും ഈ സൂറത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളതിനു പുറമെ ഇതിൻ്റെ തുടക്കം തന്നെ കരാർ ബന്ധങ്ങളെ നിറവേറ്റണമെന്നും കൽപ്പിച്ചുകൊണ്ടുമാകുന്നു. വിവിധ തുറകളിലുള്ള ഒട്ടധികം മതനിയമങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റ് സൂറത്തുകളിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില നിയമങ്ങളിൽ ഇതിൽ കാണാം. ഇതിൻ്റെ തുടക്കം തന്നെ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാകുന്നു. ഈ വിളി പല പ്രാവശ്യം ഇതിൽ ആവർത്തിക്കപ്പെട്ടും കാണാം. ഇസ്ലാമിന് പ്രചാരം വർദ്ധിക്കുകയും പല പ്രദേശങ്ങളിലും ഇസ്ലാമിക പ്രദേശങ്ങളായി മാറുകയും ചെയ്ത അവസരത്തിലാണ് ഇതിൻ്റെ അവതരണമെന്നും ഇത് സൂചിപ്പിക്കുന്നു. അല്ലാഹു അലം. ഇതിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സൂറത്തിലെ 3-ാമത്തെ ആയത്ത് അവസാനം അവതരിച്ച ആയത്താണെന്ന് പറയപ്പെടുന്നു. അതിന് തെളിവായി കൊണ്ടിട്ട് അഹ്മദ്, ബുഹാരി, മുസ്ലിം റളിയല്ലാഹു മുതലായവർ ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. യഹൂദനായ ഒരാൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് വന്ന് 3-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കായിരുന്നു ഇത് അവതരിച്ചതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ഉത്സവ ദിവസമാക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് അവതരിച്ച ദിവസവും അവതരിച്ച നാഴികയും എനിക്ക് തീർച്ചയായും അറിയാം. അറഫ ദിവസവും ഒരു വെള്ളിയാഴ്ച വൈകുന്നേരവുമാണ് അത് അവതരിച്ചതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനായി ഒരു പുതിയ ഉത്സവ ദിവസം ഇനി ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് അറഫ ദിവസവും വെള്ളിയാഴ്ച ദിവസവും മുസ്ലിങ്ങൾക്ക് മുമ്പേ ആഘോഷ ദിവസങ്ങളാണ് എന്നാണ് അത്രേ ഉമർ റളിയല്ലാഹു പറഞ്ഞതിൻ്റെ സാരം. ഹിജ്റ 9-ാം കൊല്ലത്തിൽ ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ എന്ന വിസ്തൃത ഹജ്ജിലായിരുന്നു ഇതിൻ്റെ അവതരണം. അന്നത്തെ അറഫ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു താനും. ഈ വചനം അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 81 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് ഇബ്നു ജരീർ റളിയല്ലാഹു മറ്റും റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ 16ഓളം പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിനെ 3 ഭാഗങ്ങളായി നമുക്ക് തിരിച്ചാൽ അതിൽ ഒന്നാമത്തേതാണ് മുസ്ലിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച കൂടുതൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുന്നത്. അതായത് ഹജ്ജ് തീർത്ഥാടന മുറകൾ, ദൈവിക ചിഹ്നങ്ങളെ മാനിക്കുക, കഅബ സന്ദർശകരെ ഉപദ്രവിക്കാതിരിക്കുക, ഭക്ഷണ പാനീയങ്ങളിൽ ഹറാം ഹലാലിൻ്റെ കണിശമായ പരിധികൾ, ജാഹിലിയ ഘട്ടത്തിലെ സ്വയംകൃത നിയമബന്ധങ്ങളുടെ ഉന്മൂലനം, വേദക്കാരുമൊത്ത് ഭക്ഷണം കഴിക്കുവാനും അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുവാനും അനുവാദം, വുളുവിൻ്റെയും കുളിയുടെയും തയമ്മുവിൻ്റെയും ഉപാധികൾ, അട്ടിമറി, കലാപം, മോഷണം എന്നിവയ്ക്കുള്ള ശിക്ഷാവിധികൾ, മദ്യനിരോധനം, ചൂതാട്ട നിരോധനം, ശബദലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം, സാക്ഷ്യ നിയമങ്ങളുടെ കൂടുതൽ വകുപ്പുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് മുസ്ലിങ്ങൾക്കുള്ള സദുപദേശമാണ്. അതിൽ പറയുന്നു, നീതി പാലിക്കുക, മുൻഗാമികളായ വേദക്കാരുടെ കീഴ്വണക്കം പിന്തുടരാതിരിക്കുക, അള്ളാഹുവെ അനുസരിക്കുക, അവൻ്റെ ആജ്ഞാവർത്തുക്കളായി നിലകൊള്ളുമെന്ന കരാറിൽ ഉറച്ചു നിൽക്കുക, ജൂത ക്രൈസ്തവരെ പോലെ അത് ലംഘിച്ചുകൊണ്ട് അവർക്ക് നേരിട്ട പരിണാമം നിങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാൻ സൂക്ഷിക്കുക, എല്ലാ ജീവിത ഇടപാടുകളിലും ദൈവഗ്രന്ഥത്തിന് വിധേയരായി നിലകൊള്ളുക, കപടനയം പരിവർജിക്കുക. മൂന്നാമത്തേതിൽപ്പെടുന്നു ജൂത ക്രൈസ്തവരോടുള്ള ഉത്ബോധനമാണ്. യഹൂദരുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തര അറേബ്യയിലെ മിക്കവാറും ജൂത പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് അധീനപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ അവരുടെ അബദ്ധനയത്തെപ്പറ്റി ഒരിക്കൽ കൂടി അള്ളാഹു താക്കീത് ചെയ്യുകയും അവരെ സത്യപഥത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ മാഇദയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സൂറത്തുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.